കഴിഞ്ഞ ദിവസം ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മകൾ 13 വയസ്സ് പ്രായമുള്ള ഒരു മകൾ വീട് വിട്ടിറങ്ങി. 37 മണിക്കൂറിന് ശേഷമാണ് ആ കുട്ടി എവിടെ ഉണ്ട് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ 37 മണിക്കൂറും കേരള പോലീസ് അതുമായി ബന്ധപ്പെട്ടവരെല്ലാം മുൾമുനയിലായിരുന്നു. ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയമായിരുന്നു എല്ലാവർക്കും. ആ കുട്ടി അമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടി വീട് വിട്ടിറങ്ങിയത്. അമ്മ വഴക്ക് പറഞ്ഞത് എന്തിന്? അവര് ആ കുട്ടിയും കുട്ടിയുടെ അനിയത്തിയുമായി വഴക്കുണ്ടാവുകയോ അതുപോലുള്ള അടിയോ എന്തോ ഉണ്ടായപ്പോഴത്തേനും അമ്മ വഴക്ക് പറഞ്ഞു മൂത്ത കുട്ടീനെ. സാധാരണ സ്വാഭാവികമായ ഒരു സംഭവം. അതിന് 13 വയസ്സ് ഉള്ള ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങി അങ്ങ് വിശാഖപട്ടണം വരെ പോകണമെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുത്തതിലുള്ള ഉത്തരവാദിത്തമാക്കണം. ഇന്ന് കുട്ടികളോട് അമിത വാത്സല്യവും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ ഒരാവശ്യം മനസ്സിൽ കാണുമ്പോൾ ആ ആവശ്യം നേടിക്കൊടുക്കുന്ന ഒരു പ്രവണത നാട്ടിലുണ്ട്. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ആ കുട്ടിയുടെ ആഗ്രഹം അല്ലെങ്കിൽ തൻ്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ അമ്മയുടെയും ഇന്നത്തെ മാനസികാവസ്ഥ. ആ കുട്ടിയുടെ ആ ആവശ്യം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പണം അതൊന്നും ഒരു വിഷയമല്ല. ആ പണം പണം ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടെത്തി. ഇപ്പൊ പണം ഇഷ്ടം പോലെ ഉള്ളവർക്ക് ആ പണം ചെലവാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത് ഇല്ലാത്ത ആൾക്കാർക്കും ഉണ്ടാവും. അവരത് എങ്ങനെ പണം കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ കഴുത്തിലും കാതിലും ഒക്കെ ഇട്ടിരുന്ന ആഭരണങ്ങൾ കൊണ്ട് പണയം വെച്ചോ ഒക്കെ ആയിരിക്കും ഈ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നത്. അവിടെയെല്ലാം രക്ഷകർത്താക്കൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ മേൽ ഉള്ള നിയന്ത്രണം. ആ നിയന്ത്രണമില്ലായ്മ ഇന്ന് സർവത്ര കാണാൻ കഴിയും. മുൻപെല്ലാം കുട്ടികളോട് വാത്സല്യം രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്നു. അപ്പോഴെല്ലാം ആ കുട്ടിയുടെ മേൽ ഒരു നിയന്ത്രണം രക്ഷകർത്താക്കൾക്ക് അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം ഇന്ന് ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. കാര്യം കുട്ടികളോടുള്ള അമിതമായ വാത്സല്യം. ആ വാത്സല്യം വേണ്ട എന്നല്ല പറയുന്നത്. മുൻപ് ഉണ്ടായിരുന്ന രക്ഷകർത്താക്കൾക്കും ഈ വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതലും അവരുടെ മനസ്സിലായിരുന്നു. അവരുടെ കുട്ടികളെ അവര് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനോ സ്വതന്ത്രമായി കാര്യങ്ങൾ ഇടപെടുന്നതിനോ ഒരു ചെറിയ പരിധിവരെയെങ്കിലും അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് ആ നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ ഭവിഷ്യത്താണ് കുട്ടികൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് നാട് വിട്ടു പോവുക, അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വഴുതിപ്പോവുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവർ കിടക്കുന്നത്. അവിടെയെല്ലാം രക്ഷകർത്താക്കളുടെ നിയന്ത്രണം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ഇന്ന് കുട്ടികളുടെ മേൽ രക്ഷകർത്താക്കൾക്ക് നിയന്ത്രണമേ ഇല്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് മുമ്പെല്ലാം കുട്ടികൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അച്ഛനോ അമ്മയോ ആയിരുന്നുവെങ്കിൽ ഇന്ന് അച്ഛനോ അമ്മയും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ചെറുപ്രായത്തിലെ മക്കളാണ്. ആ നിലയിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ ചെന്ന് എത്തുമ്പോഴാണ് ആ കുട്ടികളോട് കാണിച്ച ആ അമിത വാത്സല്യം അതവർ ദുരുപയോഗപ്പെടുത്തി അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പോക്കുവരവുകൾ എങ്ങോട്ടാണെന്ന്
മുൻ കാണാൻ കഴിഞ്ഞില്ല തുടങ്ങിയ പശ്ചാത്താപങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീട് വിട്ട് കുട്ടികൾ പോകുമ്പോഴോ ഒക്കെയാണ്. എന്നാലും നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജനം ആ അനുഭവങ്ങളിൽ നിന്ന് പോലും പഠിക്കില്ല. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ നടക്കുന്നു. പലതും പുറത്ത് അറിയുന്നില്ല എന്ന് മാത്രം. ഇന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. +1 +2 കുട്ടികൾ കവലകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ കാണിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മുതിർന്നവർ അവരെ ഭയന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. മാത്രമല്ല, ഈ +1 +2 വിദ്യാർത്ഥികളിലെ ഒരു വിഭാഗം, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ലഹരി മരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല, ആ ലഹരി മരുന്ന് വിപണനം ചെയ്യുന്നതിൻ്റെ കണ്ണികൾ കൂടിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കുട്ടികളുടെ ജീവിത രീതി എത്രമാത്രം ഭയാനകമായിരിക്കുന്നു എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കുട്ടികളുടെ മേൽ വാത്സല്യം ഉള്ളതുപോലെ തന്നെ അവരുടെ പോക്കുവരവുകൾ സശ്രദ്ധം വീക്ഷിക്കുകയും അവരുടെ മേലെ ഒരു ചെറിയ നിയന്ത്രണമെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്. ഇതോടെ ഈ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.